ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 3 തരത്തിലുള്ള സൂപ്പുകളാണ്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കാത്ത ഒരു വിഭവമാണ് സൂപ്പ്. മലയാളികളുടെ നിത്യജീവിതത്തിൽ ഇതിന് പ്രാധാന്യം ഏറി വരികയാണ്. ആഹാരത്തിന് മുന്നോടിയായി കഴിക്കുന്ന സൂപ്പ് നല്ലൊരു അപ്പിറ്റൈസർ കൂടിയാണ്. ധാരാളം പോഷക ഗുണങ്ങൾ സൂപ്പിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും അതുപോലെ രുചികരവുമായ ഹെൽത്തി സൂപ്പ് തയ്യാറാക്കിയാലോ? വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മികച്ച ഭക്ഷണമാണ് സൂപ്പ്. നാരുകൾ ധാരാളം അടങ്ങിയ ഏത് പച്ചക്കറിയും സൂപ്പ് ഉണ്ടാക്കാൻ നല്ലതാണ്. ക്യാരറ്റ്, ബ്രോക്കോളി തുടങ്ങി നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പച്ചക്കറിയും എടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം റാഗി സൂപ്പ് ഉണ്ടാക്കാം. 1 കപ്പ് റാഗിപ്പൊടിയിൽ 16.1 ഗ്രാം ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിരിക്കുന്നു. റാഗി അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ ഇവയിലെ ഫൈബർ നമ്മളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്താൻ സഹായിക്കുകയും അതിലൂടെ അമിത ഭക്ഷണം ഒഴിവാക്കി ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് റാഗി സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇതിനാവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ്, എണ്ണ, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, ക്യാബേജ്, ബീൻസ്, കുരുമുളക് പൊടി, ഇഞ്ചി, സ്പ്രിംഗ് ഒനിയൻ, സവാള, ഉപ്പ്, പട്ട, പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, ഫ്രോസൺ ഗ്രീൻ പീസ്, ഫ്രോസൺ സ്വീറ്റ് കോൺ, റാഗി മാവ് എന്നിവയാണ്. ആദ്യം നമ്മൾക്ക് 1/4 കപ്പ് റാഗി മാവിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ കലക്കി വയ്ക്കാം. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ എണ്ണ ചേർക്കുക. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നല്ലത്. ചൂടായ എണ്ണയിലേക്ക് 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ഇനി 1 സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം 1/2 കപ്പ് സവാള നുറുക്കിയത്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 2 സ്പൂൺ പൊടിയായി അരിഞ്ഞ ക്യാബേജ്, 1/2 കപ്പ് സ്വീറ്റ് കോൺ, 1/2 കപ്പ് ഗ്രീൻ പീസ് എന്നിവ ചേർത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റുക. പച്ചക്കറികൾ ഒരുപാട് വഴറ്റേണ്ട. സൂപ്പിൽ പച്ചക്കറികൾ ക്രഞ്ചിയായി കിടക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കലക്കി വെച്ച റാഗി സ്ലറി ഒഴിക്കുക. റാഗി ഒഴിച്ച് കുറച്ച് കഴിഞ്ഞാലുടനെ സൂപ്പ് കുറുകുവാൻ തുടങ്ങും. സൂപ്പിൽ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ 1 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ലേശം കുറുകുമ്പോൾ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ മേലെ തൂവുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി റാഗി സൂപ്പ് തയ്യാർ. ഈ അളവിൽ 4 കപ്പ് സൂപ്പ് നമ്മൾക്ക് ലഭിക്കും. നല്ല ചൂടോടെ ഈ മഴയത്ത് കുടിക്കാൻ സൂപ്പറായിരിക്കും. ഉണ്ടാക്കുവാനും എളുപ്പമല്ലേ? തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഈ റാഗി സൂപ്പ് കുടിക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ ഈ ഹെൽത്തി സൂപ്പ് നിങ്ങളും ഉണ്ടാക്കി നോക്കുമല്ലോ. നല്ല സ്വാദുള്ള ഈ സൂപ്പ് ഉണ്ടാക്കി അഭിപ്രായം പറയണേ. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. ഹോട്ടലിൽ പോയി വലിയ വില കൊടുത്ത് സൂപ്പ് ഇനി വാങ്ങിക്കേണ്ട. വളരെ സിമ്പിളായി നമ്മൾക്കിത് വീട്ടിലുണ്ടാക്കാം. ഈ സൂപ്പിന് അഡീഷണലായി സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് മുറിച്ചതും, ക്യാപ്സിക്കവും, ഗ്രീൻ ചില്ലി സോസും, പഞ്ചസാരയും, സോയാ സോസും, വിനീഗർ എന്നിവ കൂടി വേണം. ആദ്യം 2 സ്പൂൺ കോൺഫ്ലോർ അതായത് ചോളമാവ് 1/4 കപ്പ് വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കി വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായാൽ 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ്റെ താഴത്തെ ഭാഗം, അതിന് പറയുന്ന പേരാണ് ബൾബ്, അത് മുറിച്ചത് ചേർക്കുക. ഇതിലേക്ക് 2 സ്പൂൺ ക്യാരറ്റ്,
2 സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞത്, 2 സ്പൂൺ ക്യാബേജ് അരിഞ്ഞത്, 2 സ്പൂൺ ബീൻസ്, 2 സ്പൂൺ സവാള പൊടിയായി അരിഞ്ഞത് എന്നിവ ചേർത്ത് വഴറ്റുക. സൂപ്പിൽ പച്ചക്കറികൾ അധികം വഴറ്റേണ്ട, എല്ലാം ക്രഞ്ചി ആയിട്ട് ഇരിക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ വിനിഗർ, 1/4 സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. ഉപ്പ് അധികം ചേർക്കേണ്ട, കാരണം സോസുകളിലെല്ലാം ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം 1/4 സ്പൂൺ ഇട്ട ശേഷം നോക്കി ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ കൂടി ചേർക്കുക. 2 സ്പൂൺ പഞ്ചസാര ചേർക്കുക. 1 സ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ ചേർത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ച കോൺഫ്ലോർ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ ചേർക്കുന്നത് സൂപ്പ് കുറുകുവാനും നല്ല ഗ്ലേസിങ് കിട്ടുവാനുമാണ്. കോൺഫ്ലോർ ചേർത്ത് 1 മിനിറ്റിനുള്ളിൽ തന്നെ സൂപ്പ് കുറുകി നല്ല ഷൈനി ടെക്സ്ചറിൽ കിട്ടും. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ മേലെ തൂവി വാങ്ങിവെക്കാം. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ സൂപ്പ് തയ്യാറായി കിട്ടും. സൂപ്പ് തയ്യാറാക്കുന്നത് എപ്പോഴും ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കണം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാൾ രുചിയിൽ ഹോട്ട് ആൻഡ് സോർ വെജിറ്റബിൾ സൂപ്പ് റെഡി. ഈ സൂപ്പിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള ഈ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കെല്ലാം ഏറ്റവും പ്രിയങ്കരമായ മാഗി സൂപ്പാണ്. കുട്ടികൾക്ക് മാഗി കഴിക്കാൻ വളരെ ഇഷ്ടമാണല്ലോ. കുറച്ച് ഹെൽത്തിയായി കുറച്ചധികം പച്ചക്കറികളൊക്കെ ഇട്ട് നൂഡിൽസ് സൂപ്പാക്കി കൊടുത്തു നോക്കൂ. 3 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കാം. ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. എണ്ണയ്ക്ക് പകരം 1 സ്പൂൺ ബട്ടർ ചേർത്താലും മതി. ചൂടായ ഓയിലിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി, 1/4 കപ്പ് സവാള, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് അരിഞ്ഞത്, 1/2 ക്യാപ്സിക്കം അരിഞ്ഞത്, 1/2 കപ്പ് സ്വീറ്റ് കോൺ, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എന്നിവ ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് വഴറ്റുക. ബ്രോക്കോളി ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ഇനി 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നൂഡിൽസിൽ കിട്ടുന്ന മസാല 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുക. 2 പാക്കറ്റ് നൂഡിൽസാണ് ചേർക്കുന്നതെങ്കിൽ 2 പാക്കറ്റ് അതിലുള്ള മസാല സാഷെ ചേർത്ത് കൊടുക്കുക. 1 പാക്കറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 പാക്കറ്റ് സാഷെ ചേർക്കുക. വെള്ളം തിളച്ചാൽ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. മാഗി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് നൂഡിൽസാണോ ഉള്ളത് അത് ചേർക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 2 സ്പൂൺ സ്പ്രിംഗ് ഒണിയനും ചേർത്ത് വാങ്ങിവെക്കുക. കുട്ടികളുടെ പ്രിയപ്പെട്ട നൂഡിൽ സൂപ്പ് റെഡി. ഇന്ന് നമ്മൾ 3 സൂപ്പുകളുടെ റെസിപ്പീസാണ് കാണിച്ചിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള സൂപ്പുകൾ നമ്മൾക്ക് തയ്യാറാക്കാം. മഷ്റൂം, പനീർ, ചിക്കൻ, മട്ടൺ, മുരിങ്ങയില, പാലക്ക്, ക്യാബേജ്, ടൊമാറ്റോ, സ്വീറ്റ് കോൺ, ക്യാരറ്റ് ജിഞ്ചർ സൂപ്പ് തുടങ്ങി നിരവധി യമ്മി സൂപ്പുകൾ വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കാം. വ്യത്യസ്ത രുചിയിലുള്ള ഈ യമ്മി സൂപ്പുകൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.